അങ്ങനെ ഇന്ന് ഉത്രാട പുലരിയിലേക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്ന് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആദ്യമായി മേടരാശിയുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ആലസ്യത്തിൻ്റെ ദിവസമാണെങ്കിലും ദിവസത്തിൻ്റെ ആദ്യ പകുതി കഴിയുമ്പോൾ ഉത്സാഹവും ഊർജ്ജസ്വലതയും വരുന്ന ഒരു ദിവസമായിരിക്കും. ഇന്ന് ഒരുപാട് ധനനഷ്ടങ്ങളൊന്നും വരുന്നില്ല എങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കാനുള്ള അവസരങ്ങൾ വരുന്ന ഒരു ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എന്നുവേണ്ട എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി തന്നെ കാണുന്നു. വളരെ കാര്യമായി ചിന്തിച്ചാൽ ഇന്നത്തെ ദിവസം പുതിയ പുതിയ ഭാഗ്യങ്ങൾ വരുന്നൊരു ദിവസം കൂടിയാണ്. അതായത് ലോട്ടറി അടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലാഭക്കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ പ്രതിഫലം കിട്ടുക. അതേപോലെ നമ്മൾ ലോണിനൊക്കെ അപേക്ഷിച്ചിരിക്കുന്ന ആൾക്കാർ, വലിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇന്ന് അനുകൂലമായൊരു മറുപടി കിട്ടും. താമസിയാതെ കയ്യിൽ പണം വന്നു ചേരുന്നതാണ്. രോഗാതി ദുരിതങ്ങൾ ചെറുതായിട്ട് കാണുന്നുണ്ട്. അതായത് വെർട്ടിഗോ പോലെയുള്ള അസുഖങ്ങളുള്ളവർക്കും മൈഗ്രെയിൻ പോലെയുള്ള അസുഖങ്ങൾക്കുള്ളവർക്കുമൊക്കെ ഇന്നത് അധികരിക്കുന്നതായിട്ട് കാണുന്നു. കാരണം കുറച്ച് ദിവസത്തെ സ്ട്രെസ്സ് അല്ലെങ്കിൽ പിരിമുറുക്കം, മാനസിക പിരിമുറുക്കമാണ് അതിൻ്റെ കാരണം. അതുകൂടാതെ ഇന്നത്തെ ദിവസം നമുക്ക് നല്ല കാര്യങ്ങൾ തുടങ്ങാനായിട്ട് ഉള്ള ദിവസമാണ്. എന്നാൽ ഇന്ന് ഉത്രാടമായതുകൊണ്ട്, ഇന്നൊരു അവധി ദിവസമായതുകൊണ്ട് അത്തരത്തിലാരും ശ്രമിക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഇന്ന് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും. എന്നാൽ ചില അസുഖങ്ങൾ അപ്രതീക്ഷിതമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അത് അധികരിക്കാനായിട്ട് സാധ്യതയുണ്ട്. കൃത്യമായ ഭക്ഷണവും ചിട്ടയും അത്യാവശ്യമാണ്. ഉറക്കവും അത്യാവശ്യമാണ്. ഇന്ന് ഈ സാങ്കേതികമായ കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നവർക്ക് ആഹാരം കഴിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ചില ക്ഷീണവും തളർച്ചയുമൊക്കെ അനുഭവപ്പെട്ടേക്കാം. അതേപോലെ സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേകിച്ച് അനുകൂലമായി ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ കുറച്ച് ചിലവ് കൂടിയ ഒരു ദിവസമായിരിക്കും. വീട്ടുപകരണങ്ങൾ വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. അപ്രകാരത്തിലുള്ള നല്ല ചിലവുകളാണ് അത് എന്ന് നമുക്ക് കരുതാം. അതേപോലെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില നല്ല ആൾക്കാരുടെ വേർപാടൊക്കെ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. ഇതൊഴിച്ചാൽ വളരെ നല്ലൊരു ദിവസമായിരിക്കും. നാളെ ഓണത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉത്രാടമാണ്. ഈ ഉത്രാടപ്പാച്ചിലിൽ നമ്മളും അങ്ങ് മുഴുകിപ്പോക്കോളും. ചെറുതായി വരുന്ന പ്രയാസങ്ങളെയെല്ലാം അവഗണിക്കുക. സന്തോഷകരമായ നാളത്തെ തിരുവോണ നാളിനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു ചിട്ടയോടുകൂടിയൊക്കെ അങ്ങ് പോയാൽ ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം നോക്കാം. ഇന്നത്തെ ഫലം നോക്കാം. മിഥുനക്കൂറുകാർക്ക് അഥവാ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ഫലം വളരെ അനുകൂലമായിരിക്കും. വളരെയധികം ശാരീരിക ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. എന്നാൽ വൈകുന്നേരത്തോടു കൂടി ചില നീർ സംബന്ധമായ, വാതസംബന്ധമായ അസുഖങ്ങൾ അധികരിക്കാൻ സാധ്യതയുള്ളതൊഴിച്ചാൽ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. ഗുണാധിക്യമുള്ള ഒരു ദിവസമായിരിക്കും. സന്താനങ്ങളെ കൊണ്ടും മറ്റ് ബന്ധുക്കളെ കൊണ്ടുമൊക്കെ വളരെ സമാധാനം കൈവരുന്ന ദിവസമായിരിക്കും. പ്രതീക്ഷകൾ ഉടലെടുക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടക രാശിയുടെ ഫലം നോക്കാം. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ആരോഗ്യകാര്യത്തിലാണെന്ന് മാത്രം. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ അലട്ടുവാനും അതിന് പരിഹാരം കണ്ടെത്തേണ്ടതുമാണ് ഇന്നത്തെ ദിവസം. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ത്രീകൾക്കും അതേപോലെ വീട്ടിൽ സഹായത്തിനെത്തുന്നവർക്കുമൊക്കെ ഇന്ന് അത്ര നല്ല ദിവസമായിരിക്കില്ല. അത് ചിലപ്പോൾ ചന്ദ്രൻ്റെ മാറ്റം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്, ഓണമായതുകൊണ്ടല്ല. ചിലപ്പം ഓണമായതുകൊണ്ടുള്ള അത്യധ്വാനം കൊണ്ടുള്ള
വേദനകളും വിഷമതകളൊക്കെ ആകട്ടെ, അങ്ങനെ ആയിരിക്കും. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി ഓണം പങ്കെടുക്കാനുള്ള ഒരുക്കത്തിൽ മനസ്സിനെ ഒരുക്കുക. നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും നിങ്ങൾക്ക് നല്ല ദിവസം തരുമെന്ന് വിശ്വസിക്കുന്നു. ഈശ്വരാധീനം ഉണ്ടായിരിക്കട്ടെ. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് ചില സ്ഥിരമായ മാനസികാവസ്ഥയും ഒക്കെ വന്നു ചേർന്നേക്കാം. തൊഴിൽ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. സ്വർണം, വെള്ളി, വസ്ത്രം തുടങ്ങിയ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭകരമായൊരു ദിവസമായിരിക്കും. അല്ലാത്തവർക്ക് വൈകുന്നേരമാകുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അധ്വാനവും അലച്ചിലും കൊണ്ടായിരിക്കാം. എന്തായാലും ഇന്ന് ചില കാലിനോ കൈക്കോ ഒക്കെ ചെറിയ പരിക്കുകൾ പറ്റുന്ന ദിവസമാണ്. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്ന ദിവസമാണ്. സന്തോഷമുണ്ടാകുന്ന ദിവസമാണ്. എല്ലാ വിഭാഗക്കാർക്കും ഇന്ന് അനുകൂലമായ ദിവസമാണ്. എന്നാൽ കായികമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടതുണ്ട്. അതുകൊണ്ട് കരുതി മുൻപോട്ട് പോവുക. ഓണം പ്രമാണിച്ചുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ആത്മനിയന്ത്രണവും അതേപോലെ ശ്രദ്ധയും കൂടുതലായി ചെലുത്തേണ്ടതുണ്ട്. അനാവശ്യമായ അഡിക്ഷനുകളുള്ളവർ അതൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. ദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്താനങ്ങൾക്ക് ചില അസുഖങ്ങളൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട്. അതേപോലെ കൂടെ താമസിക്കുന്ന പങ്കാളിക്കും മാതാപിതാക്കൾക്കുമൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്ന ഈ ഫലങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജാതകത്തിലെ ലഗ്നത്തിൻ്റെ, ലഗ്നാധിപൻ്റെ, അതേപോലെ ദശയുടെ ദശാനാഥൻ്റെ അപഹാരങ്ങൾ, ഛിദ്രങ്ങൾ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലെ ചേഞ്ചും അതേപോലെ ഗോചരഫലത്തിലുള്ള ചേഞ്ചും ഒക്കെ വെച്ച് വളരെ മാറാൻ സാധ്യതയുണ്ട്. ഇതൊരു കൂറുഫലമാണ്, ജനറലായി പറയുന്ന ഒരു ഫലമാണ് എന്ന് എപ്പോഴും ഓർമ്മിക്കുക. ഇത് കണ്ട് മാനസികമായി തകരേണ്ടതില്ല. കൂടാതെ ഇന്ന് കന്നിക്കൂറുകാർക്ക് സമ്മാനങ്ങളെല്ലാം ലഭിക്കുന്ന ദിവസമാണ്. എന്നാൽ ആഹാരം സമയത്ത് കഴിക്കാൻ പറ്റാതെ വരികയോ ആഹാരം കഴിക്കാത്തത് കൊണ്ട് വയറ് കാഞ്ഞ് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ചില അസുഖങ്ങളൊക്കെ വരാനായിട്ട് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് തുലാരാശിക്കാരുടെ ഫലം പരിശോധിക്കാം. തുലാരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. എന്നാൽ വൈകുന്നേരങ്ങളിൽ ചില മ്ലാനതയോ ഇച്ഛാഭംഗമോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും ഇത് ബാധകമാണ്. പ്രത്യേകിച്ച് കച്ചവട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില കായികമായ ജോലി ചെയ്യുന്നവർക്കും സാങ്കേതികമായ ജോലി ചെയ്യുന്നവർക്കും സിനിമാ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും നിരാശാവഹമായ ചില അനുഭവങ്ങൾ വന്നു ചേരാം. എങ്കിലും അത് വൈകുന്നേരത്തോടു കൂടി എല്ലാം വൈൻഡപ്പ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പരിഹരിക്കപ്പെടുന്നതാണ്. ഗുണദോഷ സമ്മിശ്രിതമായൊരു ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് വൃശ്ചിക കൂറുകാരുടെ ഫലം നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. സന്തോഷകരമായ പല അനുഭവങ്ങളും വന്നു ചേരാനിടയുണ്ട്. കുടുംബത്തിലെ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ആത്മസംയമനം പാലിക്കേണ്ടതുണ്ട്. അടുത്തതായി നമുക്ക് അവരുടെ സാമ്പത്തിക കാര്യത്തെക്കുറിച്ചൊന്ന് നോക്കാം. സാമ്പത്തിക കാര്യത്തിൽ അവർക്ക് ഉണ്ടായിരുന്ന ചില ക്ലേശങ്ങളെല്ലാം മാറിക്കിട്ടുന്നതായി കാണുന്നു. സമ്മാനദാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ക്ഷേത്ര ദർശനത്തിനും സാധ്യത തെളിഞ്ഞു കാണുന്നു. കുറേ നാളുകളായി ഉണ്ടായിക്കൊണ്ടിരുന്ന കുടുംബഛിദ്രങ്ങൾക്കും കേസവഴക്ക് പ്രശ്നങ്ങൾക്കുമൊക്കെ ഒരു പരിഹാരം കാണുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ആശ്വാസത്തോടു കൂടി ഓണമുണ്ണാനായിട്ട് അവർക്ക് സാധിക്കുന്നതാണ്. സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ഉത്കണ്ഠകളെല്ലാം തീരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനു കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ധനുക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. ചില ശാരീരിക ക്ലേശങ്ങൾ, വാദസംബന്ധമായ അസുഖങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്.
അതൊഴിച്ചാൽ ദിവസം വളരെ നല്ലതായിരിക്കും. ഏകാന്തത അനുഭവപ്പെടുന്നതായി തോന്നിയേക്കാം. കുറച്ച് മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അതെല്ലാം നിവർത്തിക്കപ്പെടുന്നതാണ്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. ഉല്ലാസയാത്രയ്ക്ക് പോകുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഭദ്രതയ്ക്കാണ് കാണുന്നത്. പങ്കാളികൾക്ക് ചില അനിഷ്ടത അല്ലെങ്കിൽ അരിഷ്ടത ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. പങ്കാളികളുടെ ആരോഗ്യത്തെക്കുറിച്ചോ മാനസികാവസ്ഥയെക്കുറിച്ചോ ഒക്കെ വിഷമിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതൊഴിച്ചാൽ ബാക്കിയെല്ലാം വളരെ നല്ലതായിട്ട് മുമ്പോട്ട് പോകുന്നതായി കാണുന്നു. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ഈശ്വര പ്രാർത്ഥനയിലൂടെ എല്ലാ പ്രശ്നങ്ങളും അതിജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അവരവരുടെ മതാചാരങ്ങളോ ആചാരങ്ങളോ ഒക്കെ അനുഷ്ഠിച്ച് നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകുക. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടമുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇന്നത്തെ ദിവസം. ഗുണാധിക്യമാണ് കാണുന്നത്. വൈകുന്നേരമാകുമ്പോൾ കുറച്ചുകൂടി നല്ല സന്തോഷമൊക്കെ വരുന്ന ഒരു ദിവസമായിരിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദുശീലങ്ങൾ ഉള്ളവർക്ക് വലിയ ആപത്തുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ദുശീലങ്ങൾ എന്നേക്കുമായി നമ്മൾ മാറ്റാനായി ശ്രമിക്കുക. നമ്മുടെ കൂടെയുള്ളവർക്ക് സന്തോഷം വരാനും നമുക്ക് തന്നെ ദുഃഖവും നിരാശയും ഉണ്ടാകാതിരിക്കാനുമൊക്കെ, അസുഖങ്ങൾ വരാതിരിക്കാനുമൊക്കെ അത് ഉതകുന്നതാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായിരിക്കില്ല. അതുകൂടാതെ വ്യാപാരം, വ്യവസായം ഇതിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ അനുകൂലമായ രീതിയിലുള്ള തീരുമാനങ്ങൾ, അവർക്ക് അംഗീകാരം ഒക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത്. യൂണിഫോം ഇട്ട ജോലിക്കാർക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ വളരെ സമാധാനമുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. എന്നാൽ വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് തികച്ചും പ്രതികൂലമായ മറുപടികൾ ലഭിക്കും. കുറച്ച് നിരാശയൊക്കെ ഉണ്ടാകുമെങ്കിലും വീണ്ടും ശ്രമിക്കാം. ഇന്നത്തെ ദിവസം അതിന് അനുകൂലമല്ല. ചില രോഗാതി ദുരിതങ്ങൾ അലട്ടിയേക്കാം, അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ പങ്കാളിക്കോ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. എന്നതൊഴിച്ചാൽ ഇന്നത്തെ ദിവസം എല്ലാ വിഭാഗക്കാർക്കും നല്ല ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ജലയാനം അല്ലെങ്കിൽ ജലവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഉല്ലാസയാത്രയ്ക്ക് പോകുന്നവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഇന്ന് കുംഭക്കൂറുകാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ്. ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ഷെയർ പോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ബിസിനസ് കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, സാമ്പത്തികമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ ധനനഷ്ടം വരാനോ ചോരഭയം, അതായത് തസ്കര ഭയം, ആരെങ്കിലും നമ്മുടെ കയ്യിലുള്ള മുതലൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. കൂടാതെ വാഹനം നഷ്ടപ്പെടാനും തിരിച്ചു കിട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വാഹനമൊക്കെ പൂട്ടിവയ്ക്കുമ്പോഴൊക്കെ സൂക്ഷിക്കുക. കവർച്ചക്കാരൊക്കെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. സാധ്യത മാത്രമാണ്, നമ്മളെപ്പോഴും ചിന്തിക്കണം. നമ്മുടെ ദശാകാലങ്ങൾ, നമ്മുടെ ജനന സമയവും അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഗോചരഫലം, ഇതൊക്കെ അനുസരിച്ചായിരിക്കും നമുക്ക് പൊതുവായ ഫലം വരുന്നത്. എന്നാൽ ഇത് പൊതുഫലം ജനറലായിട്ട് നമ്മുടെ ചന്ദ്രനെ ആസ്പദമാക്കിയും സൂര്യൻ്റെ ചലനത്തെ ആസ്പദമാക്കിയും ഒക്കെയാണ് നമ്മുടെ ഈ ഫലം പറയുന്നത്. ദൂരയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. യൂണിഫോം ഇട്ട ജോലിക്കാർക്ക് എല്ലാവർക്കും വളരെ, യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വിഭാഗം മാത്രമല്ല, സെക്യൂരിറ്റി മുതൽ നഴ്സുമാർ, അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കുമാണ് ഈ ഫലം പറയുന്നത്. എല്ലാവർക്കും വളരെ അനുകൂലമായ ദിവസമായിരിക്കും. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. രോഗശമനത്തിൻ്റെ ദിവസമാണ്. ഉല്ലാസത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമുക്ക്
മീനക്കൂറുകാരുടെ ഫലം നോക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നതാണ്. ആലസ്യത്തിൻ്റെ ദിവസമാണ്. വളരെ ക്ഷീണവും ഒക്കെ തോന്നും. നല്ലവണ്ണം ഉറങ്ങിയാൽ അതൊക്കെ മാറിപ്പോകുന്നതാണ്. ആഹാരകാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. ആഹാരത്തിലൂടെ അല്ലെങ്കിൽ ആഹാരം കഴിക്കായ്ക മൂലം ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം. ഉദര രോഗം വന്ന് ഭവിക്കുന്നതാണ്. വയറാണ് നമ്മുടെ എല്ലാം. വയർ എന്ന് പറയുന്ന പദം വൈരി എന്ന് പറയുന്ന പദത്തിൽ നിന്നുണ്ടായതാണെന്നാണ് എൻ്റെ ഗുരു പറഞ്ഞു തന്നിരിക്കുന്നത്. ബ്രഹ്മശ്രീ മിത്ര നമ്പൂതിരിപ്പാടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഉദരനിമിത്തം ബഹിർത വേഷം, നമ്മൾ കെട്ടുന്ന വേഷങ്ങളും വയറിന് വേണ്ടിയാണ്. അപ്പോൾ വയർ വൈരിയും കൂടിയാണ്, നമ്മളെ സ്നേഹിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ വയറിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വയറിന് പ്രശ്നങ്ങളുണ്ടാകുന്ന പല സംഭവങ്ങളും പല ആഹാരങ്ങളും കഴിക്കാനിടയുള്ളതുകൊണ്ടും ആഹാരം കഴിക്കാതിരിക്കുന്നത് കൊണ്ടും ഇത് രണ്ടും ഒഴിവാക്കി ഒരു നല്ല ചിട്ട ആരംഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗ്രഹാദി കാര്യങ്ങളിൽ മോടി പിടിപ്പിക്കുന്ന സമയമാണ്. ക്ലീനിങ്ങിനൊക്കെ തയ്യാറാവുകയും വീടൊക്കെ വൃത്തിയാക്കിയതിൽ സംതൃപ്തി അടയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ്. ദൂരയാത്രയ്ക്ക് പോകുന്നവർക്ക് അത്ര അനുകൂലമായൊരു ദിവസമല്ല. ദൂര യാത്രയ്ക്ക് അല്ലെങ്കിൽ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും പ്രതികൂലമായൊരു ദിവസമായിരിക്കും. IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇന്ന് നല്ലൊരു ദിവസമായിരിക്കും. കല, സാങ്കേതിക വിദ്യ ഇതിനൊക്കെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. എല്ലാവിധ ശാരീരിക അധ്വാനമുള്ള ജോലിക്കാർക്കും ഇന്ന് ആശ്വാസത്തിൻ്റെ ദിവസമാണ്. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. ഇന്നത്തെ ഫലം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഉത്രാടപ്പാച്ചിലിലേക്ക് എല്ലാവരെയും അനുഗ്രഹിച്ച് വിടാനായി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. വീണ്ടും കാണാം. നമസ്കാരം.